Hello everyone, welcome to your class. Good morning, good morning, good morning. Happy Mother's Day. എല്ലാ അമ്മമാർക്കും ഹൃദയത്തിന്റെ അടുത്തിട്ടുള്ളത് ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. ജിഷ മാഡം, ആര്യ, രേഖ പി, ഉഷ മാഡം, ഗീത കെ ജി, സിദ്ധു പ്രസാദ്, അനിത, സുജിത കെ കെ. സുജിത നമ്മുടെ ഗോൾഡ് മെമ്പറാണ്. ഷെറീന എം പി, ശൈലജ മാഡം നടന്നുകൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ശ്രീഷ്മ, മുഹമ്മദ് കുട്ടി, സ്വപ്ന ദേവ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെക്കോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. യെസ്, റിമി, വനജ മാഡം, വിദ്യ വി പി. സൺഡേ ടീച്ചറിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം തീർന്നല്ലോ അല്ലെ. അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേരന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പേരന്റിങ്ങിനെ കുറിച്ച് മുന്നേ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ തന്നെ കുറെ കാര്യങ്ങളൂടെ പറഞ്ഞു തരിക, എങ്ങനെ നമുക്ക് കൂടുതൽ മികച്ച പേരൻസ് ആയി മാറാം എന്നുള്ളതിനെ പറ്റി കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ ഇന്നത്തെ ടോപ്പിക് ആയിട്ട് ഗീത മാം, താങ്ക് യു, ലവ് യു. ടീച്ചർ എന്തുകൊണ്ട് എല്ലാ സൺഡേസിലും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ വെബിനാർ ആയിട്ട് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒക്കെ പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അവർക്കും ഒക്കെ ഒരുപാട് അറിവുകൾ കിട്ടണം. നിങ്ങളുടെ ഒക്കെ വീടുകൾ സ്വർഗങ്ങളായി മാറണം. അത്രയും സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരണം. ടീച്ചറിന്റെ ഒരു ലൈഫ് പർപ്പസ് ആണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ സന്തോഷത്തിലേക്ക് എത്തി. ടീച്ചർ ഇത് ഞങ്ങൾ അത്രയും സന്തോഷത്തിലാണ്, ഞങ്ങളുടെ വീടുകൾ ഇന്ന് സ്വർഗങ്ങളായി മാറിയെന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു മൊമെന്റ്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം പ്രപഞ്ചശക്തി നൽകിയ ഒരു അനുഗ്രഹമാണ് എന്റെ ജീവിതം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് അറിയാലോ ടീച്ചറിന്റെ സ്റ്റോറി. പുതിയ കുറെ ആൾക്കാരുണ്ടാവും ടീച്ചർ എന്റെ കഥ തൊട്ട് എന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അന്ന് ഞാൻ യൂണിവേഴ്സിന് കൊടുത്തൊരു വാക്കാണ്, എനിക്ക് എന്റെ ഒരു എന്താ പറയാ, എന്റെ ആ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ്ങിൽ ഒന്നും മറികടക്കാൻ എന്നെ സഹായിച്ചാൽ എനിക്ക് എന്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ക്ലാസ്സും കാര്യങ്ങളും. അപ്പൊ എനിക്ക് എപ്പോഴാണോ ഒരു ഫ്രീ കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിവുകൾ പറഞ്ഞ് നിങ്ങളെ കൂടുതൽ 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 നമ്മുടെ ആ ഒരു സെൽഫ് അവയർനെസ് കൂട്ടി കൂടുതൽ കൂടുതൽ നമുക്ക് ജീവിത വിജയം എല്ലാവർക്കും നേടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് താമസിയാതെ നമ്മുടെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കും. നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ടീച്ചർ ലാസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. എല്ലാവരും ലാസ്റ്റ് വരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിരുന്ന ഹെഡിങ് എന്ന് പറഞ്ഞാൽ ടോക്സിക് പേരന്റിങ്. അപ്പൊ പലർക്കും അറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ പേരന്റിങ്ങിനെ കുറിച്ച് നമുക്ക് വലിയ നോളജ് ഒന്നും ഇല്ലാതെയാണ്, അതായത് നമ്മൾ പറയില്ല ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എങ്ങനെയൊക്കെ പല പേരൻസും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിയായ ഒരു പേരന്റിങ്, ഒരു നല്ല പേരന്റ് എങ്ങനെയായിരിക്കണം, എങ്ങനെ നമുക്കൊരു നല്ല അച്ഛനും അമ്മയുമായി മാറാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ ചിലരുടെയൊക്കെ മക്കൾ ഒത്തിരി വലുതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ടോക്സിക് പേരന്റിങ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. അറിവുകൾ എപ്പോഴും നമുക്ക് നല്ലതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. എല്ലാ അമ്മമാരെയും അത്രയും നമിക്കുന്നു. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു സൗഭാഗ്യം അല്ലെ. നമ്മുടെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അത്രയും സ്നേഹമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക അല്ലെ. അപ്പോ നമുക്ക് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് അമ്മയും മക്കളുമായിട്ടും, ഇപ്പൊ മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയണം. അമ്മയും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല മനോഹരമാക്കി എപ്പോഴും വെക്കണം. അതുപോലെ തന്നെ രണ്ട് പേരൻസും, അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ രണ്ട് പില്ലറുകളാണ്. അപ്പുറം ഇപ്പുറം മക്കൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തീർക്കുന്ന രണ്ട് പില്ലറുകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു മികച്ച പേരൻസ് ആയി മാറാം. ചില പേരൻസ് അവർക്ക് അറിയില്ല എന്താണ് ഈ ടോക്സിക് പേരന്റിങ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ചിലപ്പോ ചിലപ്പോഴെന്നല്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോകുന്നതാ. അവര് നല്ലവരായിരിക്കും, അവർക്ക് ഒരുപാട് നന്മകളുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സ്റ്റുഡൻസ് കോച്ചിങ്ങിലും സ്റ്റുഡൻസ് മെന്ററിങ്ങിലും ഒക്കെ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ട്രെയിനറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മേഖലയെ കുറിച്ച് പഠിക്കാനായിട്ട്. കാരണം എനിക്ക് ഈ പറയുന്ന ഒരു ടോക്സിക് പേരന്റിങ്ങിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് എന്റെ പേരൻസിൽ നിന്ന് എനിക്ക് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് വന്ന ഗതികേട് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച എന്റെ ഒരു നിറം കെട്ട ബാല്യം ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകരുത്. എല്ലാവരും അത്രയ്ക്കും സ്നേഹിച്ചും സന്തോഷിച്ചും മക്കളെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ടീച്ചർ കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോഴും കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്, അവർക്ക് എങ്ങനെ ലൈഫിൽ ഏറ്റവും മികച്ചവരായി മാറാം. എനിക്ക് എന്റെ
40കളിലാണ് എനിക്ക് സക്സസ് ലഭിച്ചത്. എന്റെ മക്കൾക്ക്, ഞാൻ എന്റെ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക്, എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ചെറിയ പ്രായത്തിലെ നമ്മുടെ മനസ്സിന്റെയൊക്കെ അനന്ത സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി നല്ല സ്വഭാവത്തിൽ വളർന്നു വന്ന്, ദൈവീകതയിൽ വളർന്നു വന്ന് അവർക്ക് ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്നുള്ള ആ ഒരു സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇത്രയും തിരക്കിനിടയിൽ പോലും ഞാൻ വെക്കുന്നത്. അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് ഒരു മികച്ച പേരന്റ് ആയി തീരാം എന്ന് നോക്കാം. അപ്പൊ ഈ പേരന്റിങ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആണ്, അതൊരു ബ്യൂട്ടിഫുൾ ആർട്ടാണ്, അതൊരു സ്കില്ലാണെന്ന് നമുക്ക് പറയാം. നമ്മളുടെ മക്കളുടെ ആദ്യ സർവകലാശാല എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അവിടുത്തെ ആദ്യത്തെ ഗുരു, നമ്മുടെ മക്കളുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പോ അമ്മമാര് എങ്ങനെയാണ് മക്കളോട് ബിഹേവ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില പേരൻസ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ഓ ഇത്രയും കുരുത്തക്കേട്, ഈ പിള്ളേർ ഇത് എവിടുന്ന് പഠിച്ചെന്നറിയില്ല, ഇത്രയും അഹങ്കാരം ഇവർക്ക് എവിടുന്ന് വന്നു എന്നറിയില്ല, ഇത്രയും വാശി, അതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം അനുസരിക്കത്തില്ല, എന്തെങ്കിലും പറഞ്ഞ ഉടനെ മുഖം വീർപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില പേരൻസ് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ചിലപ്പോ പേരൻസിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിച്ചതാവും. അപ്പോ ഈ പേരന്റിങ് എന്ന് പറയുന്നതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡ് പോയിന്റ് ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മളെ തന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വന്നില്ല, നിങ്ങൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം നമ്മള് പഠിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ നേടിയാൽ പോരാ, അതൊക്കെ നമ്മള് ആസ് എ പേരന്റ് നമ്മൾ ആ അറിവുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും മികച്ച ഒരു പേരന്റായി മാറുന്നത്. പല ടോക്സിക് പേരൻസിനെയും, എനിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര ഇഷ്ടമാണ് റിസർച്ച് ചെയ്യാൻ. അപ്പൊ ഞാനിങ്ങനെ ഓരോ പേരന്റിനെയും എടുത്ത് റിസർച്ച് ചെയ്യുമ്പോൾ അവര് ബേസിക്കലി നല്ലവരാണ്, പക്ഷെ ഇവര് ടോക്സിക് പേരന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ടോക്സിസിറ്റി ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും അവർക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് അപ്പൊ അത് അവർക്ക് മനസ്സിലാക്കി, അയ്യോ ഞാൻ ചെയ്ത തെറ്റുകൾ ഇതൊക്കെയാണെന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടണം. അങ്ങനെ അവരത് മാറ്റാൻ തയ്യാറാകുമ്പോൾ, അപ്പൊ നമ്മളിൽ പലരും അങ്ങനെ ഏതെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാശോ ഞാനും ഈ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരു ബോധം വരിക. അപ്പോ നമുക്കത് തിരുത്തി എന്താണ് ശരിയായിട്ടുള്ള ഒരു പേരന്റിംഗ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഗുഡ് പേരന്റിംഗ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ മക്കൾ ഏറ്റവും മികച്ച കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർന്നു വരും. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരന്റിങ്ങിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റോ എൻഡ് പോയിന്റോ ഒന്നുമില്ല, അതിങ്ങനെ ലൈഫ് ലോങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പേരന്റിങ്ങിൽ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു ലൈഫ് ജേർണിയിൽ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളെ തന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളെ തന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോ 2008 പേരന്റിങ് ടിപ്പ് വെച്ച് ഇപ്പൊ ഈ 2024 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം 2021 22 ഒക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന വർഷമാണ് കൊറോണ സമയം അല്ലെ. കുഞ്ഞുങ്ങള് അതുവരെയും മൊബൈൽ ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങള് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ മക്കള് ടെക്നോളജി വൈസ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയി. പല കാര്യങ്ങളും നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അല്ലെ. ഓരോ ആപ്ലിക്കേഷൻസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഫോണിൽ ഇന്ന ആപ്പ് ഉണ്ട്, അമ്മ അതിങ്ങനെ ചെയ്തു നോക്കൂ, അങ്ങനെ ചെയ്തു നോക്കൂ. ഇപ്പൊ എനിക്ക് പോലും ടെക്നോളജി പല കാര്യങ്ങളും എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ പുത്രന്മാരെ വിളിച്ചിട്ട്, മക്കളെ ഇളയവന് ഇപ്പോഴത്തെ ആ ഒരു ചെറിയ പിള്ളേരുണ്ടല്ലോ അവരാണ് കുറെ കൂടെ എക്സ്പെർട്ട്. ആ ഒരൊറ്റ സെക്കൻഡ് അമ്മ ആ പ്രോബ്ലം സോൾവ്. അവരെത്ര പെട്ടെന്നാണ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. കുട്ടികൾ ഈ കാര്യത്തിൽ നമ്മളെക്കാട്ടിയും ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കണം ടെക്നോളജി വൈസ്. ചില പേരൻസ് പറയും എനിക്ക് ഈ ഫോൺ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒന്നും അറിയില്ല, എനിക്ക് ഇതിനകത്ത് പല ടെക്നോളജീസും എനിക്ക് അറിയില്ല, ആരെങ്കിലും ഒക്കെ മക്കളൊക്കെ പറഞ്ഞു തന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചില പേരൻസ് പറയാറുണ്ട്. അപ്പൊ ഈ ടെക്നോളജി വൈസ് നമ്മൾ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കുഞ്ഞുങ്ങളും സൈബർ ലോകത്തിന്റെ കണ്ണികളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല കുട്ടികളും ഇപ്പോ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ കുഞ്ഞുങ്ങളെ കേൾക്കാൻ തയ്യാറാകാറുണ്ട്, അവരോട് സംസാരിക്കാൻ തയ്യാറാകാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഒരു ഹെൽപ്പ് വേണ്ടുന്ന സമയമാണ്. എസ്പെഷ്യലി ടീനേജ് ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്
ടീനേജ് ടൈം എന്ന് പറയുമ്പോൾ അവരൊരു അഡൽട്ട് ആണോന്ന് വെച്ചാൽ അല്ല, അവരൊരു കുഞ്ഞാണെന്ന് വെച്ചാൽ അല്ല. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഐഡന്റിറ്റി ക്രൈസിസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പേരൻസിനോട് തുറന്നു പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് തുറന്നു പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിനോട് പറയാൻ പറ്റില്ല. അവർക്കൊരു പ്രോപ്പർ ആയിട്ടൊരു മെന്റർ വേണം, ഒരു ഗൈഡ് വേണം, ഒരു ഗുരു വേണം. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അപ്പൊ ഇവര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, മാം എനിക്ക് ഇന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഞാനത് കറക്റ്റ് ആയിട്ട് നമ്മളതൊന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം, ഒരു സന്തോഷം അത്രയും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് വരെ പുഷ്പം പോലെ മറികടക്കുന്നു. ചിലർക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു പയ്യന്റെ ഒരു സ്റ്റോറി ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സിൽ, നിങ്ങൾ കണ്ടോന്നറിയില്ല. അവന് എൻ്റെ അടുത്ത് വരുമ്പോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് തകർന്ന്, എന്താ പറയാ, ഒരു പയ്യൻ അത്രയും വർഷത്തെ ഒരു പ്രണയബന്ധം പെട്ടെന്ന് തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒട്ടും എന്താ പറയാ സന്തോഷമില്ലാത്തൊരവസ്ഥ, ആകെ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥ. ഒരു 15 മിനിറ്റ് എന്റെ മുന്നിൽ ഇരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, എന്താ പറയാ, അത്ര സന്തോഷത്തിലേക്ക് അവൻ തിരിച്ചു. വെറും 15 മിനിറ്റ്സ് കൊണ്ട് അവന്റെ മനസ്സിനെ കംപ്ലീറ്റ് ക്ലിയർ ആക്കി കുട്ടപ്പനാക്കി കൈ കൊടുത്തു. അതിനുശേഷം അവന് ഡൗൺ ആവുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോ നമുക്ക് ഈ ഒരു പ്രായത്തില് നമുക്ക് അങ്ങനെ ഒരു മെന്റർ, എസ്പെഷ്യലി ടീനേജ് കിഡ്സിനും ആവശ്യമാണ്. ടീനേജ് പ്രായത്തിലൊക്കെ ഒരു മെന്റർ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, കുട്ടികൾ സൈബർ ലോകത്തിന്റെ കണ്ണുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റും സൈബർ സെല്ലും പറയുന്ന കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബാല്യവും കൗമാരവും ഒക്കെ ഈ സൈബർ ക്രൈമിൽ ഏറ്റവും മുൻപന്തിയിലാണ്. പേരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. സൈബർ ക്രൈം ഒക്കെ കൂടുതൽ ചെയ്യുന്നതും കുട്ടി കുറ്റവാളികളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ജാഗരൂകരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീട്ടില് പിന്നെ മക്കള് അല്ലെങ്കിൽ ഇതില് കൊച്ചുമക്കളൊക്കെ ഉള്ളവരുണ്ടാവും, ഫോൺ എടുത്ത് കൊടുക്കുമ്പോ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവരെന്താണ് കാണുന്നത്? ആവശ്യമില്ലാത്ത വീഡിയോസിലേക്കൊക്കെ പോയി അതൊക്കെ ക്ലിക്ക് ചെയ്ത് ഇവരുടെ പഠനത്തിൽ നിന്നുള്ള ഇവരുടെ ഇൻട്രസ്റ്റ് പോകും. പിന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തിരിച്ച് വീണ്ടും പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. പല പേരൻസും അങ്ങ് കൊടുക്കും, ഫോൺ എടുത്ത് കൊടുത്തിട്ട് കൊണ്ടുപോയി ഉപയോഗിച്ച. അവര് വിചാരിക്കും പിള്ളേര് ഗെയിം കളിക്കുകയാണ്. നമുക്കറിയാം ഒരു വിരൽ തുമ്പില് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കുട്ടികൾ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് പോകുമ്പോ, മീൻസ് നമ്മളുടെ ഒരു ശ്രദ്ധ വന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ ശരി ഏത് തെറ്റ് ഏത് എന്നൊന്നും അറിയില്ല. അവരെടുത്ത് ഉപയോഗിക്കും. എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ വലിയ പാടാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചാറ്റ് ജിപിടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ അരങ്ങുവാടാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ അന്യമാക്കി വെക്കാൻ പറ്റില്ല. ടെക്നോളജി അന്യമാക്കി വെക്കാൻ പറ്റില്ല. അവർക്ക് കൊടുത്തേ പറ്റൂ. പക്ഷേ ഏതാണ് ശരി, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമ്മൾ മക്കൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഓരോ ചിന്താരീതികളും, പേരൻസിന്റെ ഓരോ ചിന്താരീതികളും, ഓരോ പെരുമാറ്റ രീതികളും മക്കള് കണ്ടു പഠിക്കും. അപ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പേരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ബിഹേവിയർ, നമ്മൾ എപ്പോഴും നെഗറ്റീവാണ്, എപ്പോഴും ദേഷ്യപ്പെട്ട് കുഞ്ഞുങ്ങളോട് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ദേഷ്യം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യമൊക്കെ അവരിൽ തീർക്കുക. ഇങ്ങനെ നമ്മൾ വളരെയധികം ഒരു ക്രിട്ടിസൈസിങ് മെന്റാലിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ചിന്തകളും പെരുമാറ്റ രീതികളും ഒക്കെ മാറിയേ പറ്റൂ. കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുഞ്ഞുങ്ങളുടെ ചെറിയ 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 നേട്ടങ്ങൾ പോലും അവർ വന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ മക്കളുടെ ഒരു നല്ല ഫ്രണ്ടായി തീരണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു റോൾ മോഡലായി തീരണം. എന്റെ മകന്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, ഇപ്പൊ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഒന്നുകൂടെ പറയുന്നത്. മകന് BBA പഠിക്കുകയാണ്. അപ്പോൾ അവന്റെ ക്ലാസ്സിൽ അവൻ BBA ഫസ്റ്റ് ചെന്നപ്പോ ടീച്ചർ പറഞ്ഞു എല്ലാവരും വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഇവിടെ വന്ന് പറയേണ്ടത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുക, അതോടൊപ്പം നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് പറയുക. അങ്ങനെ പല കുട്ടികളും പോയി മഹാത്മാഗാന്ധി, മദർ തെരേസ, അങ്ങനെ ഇങ്ങനെ പല റോൾ മോഡൽസിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ എന്റെ മോൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ്. അപ്പൊ അവൻ ഇങ്ങനെ പോകുമ്പോ ചിന്തിക്കണം, റൊണാൾഡോയെ പറ്റി പറയാം, ഇതാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചു പോവാ. ഒരു പോയിന്റിൽ എത്തിയപ്പോ അവന്റെ മനസ്സ് അവനോട് പറഞ്ഞു, ശരിക്കും റൊണാൾഡോ ആണോ എന്റെ റോൾ മോഡല്? എന്റെ അമ്മയല്ലേ എന്റെ റോൾ മോഡല്?
എന്റെ അമ്മ എത്ര കഷ്ടപ്പാടിൽ നിന്ന്, എത്ര ബുദ്ധിമുട്ടിൽ നിന്ന്, ഏത് അവസ്ഥയിൽ നിന്ന് അമ്മ ഇന്ന് ഈ ലെവലിലേക്ക് എത്തുക. അമ്മയിൽ നിന്ന്, അമ്മയല്ലേ എന്റെ റോൾ മോഡൽ, അവന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ പോയിട്ട് എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ, എന്തുകൊണ്ട് അമ്മ റോൾ മോഡൽ ആയി എന്നുള്ളൊരു സ്റ്റോറി അവരോട് പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളോട് പറഞ്ഞത്, ഞാൻ വളരെ 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 നെഗറ്റീവ് ആയിട്ടുള്ള, അൾട്രാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേരന്റ് ആയിരുന്നു. ചെറിയ 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 കുറ്റങ്ങൾക്ക് പോലും ഇളയ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവന്റെ ഈ ലൈഫ് ടൈമിൽ അവൻ ഇപ്പൊ ഇനി 8ാം ക്ലാസ്സിലേക്ക് ഒരു 2-3 തവണ കുഞ്ഞായിട്ട് വല്ലതും അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല. കാര്യം ആ സമയത്ത് എത്തിയപ്പോ എനിക്ക് കുറച്ചൊരു ബോധം വന്നു. അതിന് മുന്നേ എന്റെ കുറേയധികം ഫ്രസ്ട്രേഷൻസ്, എന്റെ കുറേയധികം ദേഷ്യം, എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ പറയില്ലേ മക്കളെ അങ്ങ് ഒരു വേട്ടമൃഗങ്ങളാക്കി വെക്കുന്ന പേരൻസ് എന്ന്. അപ്പം എനിക്കറിയില്ല അന്നത്തെ എന്റെ ദേഷ്യം മൊത്തം തീർക്കാനുള്ള വേട്ടമൃഗം നമ്മൾ ഈ കുഞ്ഞിനോട് ദേഷ്യത്തിൽ പെരുമാറുക, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റവൻ കാണിച്ച് അവന് ഒരുപാട് ശിക്ഷിക്കുക, അങ്ങനെ ഒത്തിരി തെറ്റുകളിലൂടെ ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ അവനെ ഒത്തിരി അടിക്കുകയും ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും വായത്തൊന്നും ഒക്കെ പറയുകയും ഒത്തിരി ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതേ മകനാണ് ഇന്ന് എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സ്റ്റോറി പറഞ്ഞെന്ന് വെച്ചാൽ ആർക്കും മാറാം, ഏതൊരു പേരന്റിനും മാറാം. ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലാണെന്നൊന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ ആ നെഗറ്റീവ് അവസ്ഥയിൽ നിന്ന് നമ്മൾ പോസിറ്റീവിലേക്ക് മാറുമ്പോൾ അത്രത്തോളം നമ്മളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അന്ന് മകൻ ഇതുപോലെ ഞാൻ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. പക്ഷെ പിന്നീട് ഞാൻ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി ഞാൻ ഒരുപാട് വായനയും റിസർച്ചും ഒക്കെ നടത്തി എനിക്ക് ഇതിലേക്കൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ മകനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മക്കളെ അമ്മയുടെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. മോന്റെ മനസ്സിൽ എവിടെയെങ്കിലും ആ വേദന കിടപ്പുണ്ടെങ്കിൽ മാപ്പ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ നിങ്ങൾ ഈ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് അവനൊരു ഇൻഡിവിജ്വൽ ആണ്. അവൻ അവൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അവനെ നമ്മുടെ വേദനകളും വിഷമങ്ങളും നമ്മുടെ ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കാനുള്ള നമ്മുടെ വേട്ടമൃഗങ്ങളാക്കി നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ ഇതിലിരിക്കുന്ന എല്ലാ പേരൻസും ആലോചിച്ച് നോക്കുമ്പോൾ അല്ലെ പാസ്റ്റിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ചില കുഞ്ഞുങ്ങളൊക്കെ അടിച്ചു വളർത്തി കഴിഞ്ഞാലേ അവർ നന്നാവും. അടിച്ചു വളർത്തിയത് കൊണ്ടാണോ എല്ലാവരും അടിച്ചു വളർത്തിയ കുഞ്ഞുങ്ങളൊക്കെയാണോ നന്നായിട്ടുള്ളത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ സമയത്ത് ദേഷ്യം വന്നു, നമ്മളിട്ട് കൊടുത്തു, അത് നമ്മുടെ ആ ഒരു ദേഷ്യം തീർക്കുകയായിരുന്നില്ലേ നമ്മൾ ചെയ്ത്. അങ്ങനെ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതിലിരിക്കുന്ന ഓരോ പേരൻസും, മദേഴ്സ് ഡേ അല്ലേ ഇന്ന്, നല്ലൊരു ദിവസമല്ലേ മക്കളെ, അത് എത്ര വലിയ മക്കളാണെങ്കിലും ഇന്ന് നിങ്ങൾ അത് ചെയ്തതിന് ശേഷം ടീച്ചർ ഇന്നലെ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യുക, ടീച്ചർ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് എന്റെ മകനോട് അല്ലെങ്കിൽ മകളോട് ഞാൻ ഇന്ന് മാപ്പ് പറഞ്ഞു, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അത്രയും നമ്മള് എന്താ പറയാ, ഇന്നത്തെ ഈ ഒരു മദേഴ്സ് ഡേയില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം മക്കളോട് പറയുക, മക്കളെ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ മനസ്സിനെ ഞാൻ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ ഒരു വാക്കോ എന്റെ ഒരു ചിന്തയോ ഒരു പ്രവൃത്തിയോ എന്റെ ഒരു നോട്ടോ നിന്നെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ മാപ്പ് എന്നൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. അപ്പോ അങ്ങനെ ഞാൻ അത്രയും നെഗറ്റീവ് ആയിരുന്ന ഞാനാണ് ഇന്ന് മകൻ ഈ ഒരു പറയുന്ന ലെവലിലേക്ക് എത്തിയത്. അതുകൊണ്ട് എല്ലാവർക്കും, നമ്മൾ ഇപ്പൊ ഏത് അവസ്ഥയിലാണ്, നിങ്ങൾ അത്രയും വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ ഒന്നും പ്രശ്നമില്ല, നാളെ നമ്മുടെ മക്കള് ഓരോരുത്തരും, നിങ്ങളുടെ ഓരോ മക്കളും പറയണം എന്റെ അമ്മയാണ് എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തണം. ടീച്ചർ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എത്താൻ കഴിയട്ടെ. ടീച്ചർ ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ 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 അച്ചീവ്മെന്റ്സ് പോലും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് ആ അച്ചീവ്മെന്റ്സിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിനെ ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷമാക്കി മാറ്റണം. നമ്മുടെ വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റണം. ടീച്ചറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ സ്റ്റുഡൻസും പറഞ്ഞിട്ട് ടീച്ചർ ഇന്ന് വീട് ഒരു സ്വർഗമാണ്, അത്രയും സന്തോഷമാണ്, അത്രയും സമാധാനമാണ്, എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ നമ്മൾ പറയില്ല പരമാനന്ദത്തിന്റെ പരകോടിയിൽ ജീവിക്കുന്നു പറഞ്ഞ പോലെ അത്രയും സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ആ സന്തോഷം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം പഠിപ്പിക്കുന്ന ഇമോഷണൽ ബാഗേജസ് ഒക്കെ ക്ലിയർ ചെയ്ത്, മൈൻഡിനെ ക്ലിയർ ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഒരു പ്രോസസ് ഇങ്ങനെ പ്രാക്ടീസ് ടീച്ചറിനോടൊപ്പം ആ ഒരു ജേർണി ഇങ്ങനെ തുടരുമ്പോൾ ഉള്ളിലുള്ള നെഗറ്റീവ്സ് പോയി ഡെയിലി ഇത് കേട്ട് അവരുടെ മനസ്സ് മാറി അവരൊരു പുതിയ വ്യക്തിയായിട്ട്, ഒരു പുതിയ മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് അവർ മാറുകയാണ്. ഇനി ടോക്സിക് പേരന്റിങ് എന്താണെന്ന് പലർക്കും അറിയില്ല. ടീച്ചർ അത് പറഞ്ഞു തരാം. ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും തോന്നുമായിരിക്കും ഞാനും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഒന്ന് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ
ഏറ്റവും ബ്യൂട്ടിഫുൾ പേരൻസ് ആയി മാറാം കേട്ടോ. അപ്പോ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇപ്പൊ നമ്മള് ടോക്സിക് പേരന്റിങ് ഇപ്പൊ നമ്മള് മക്കളെ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് വഴക്ക് പറഞ്ഞു, ഒന്ന് ചെറുതായിട്ട് അടിച്ചു, ഇച്ചിരി കഴിഞ്ഞ് സോറി പറഞ്ഞു, സ്നേഹത്തിലെ ആ ഒരു അതൊന്നും ഒരു ടോക്സിക് പേരന്റിങ് അല്ല കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, അതൊക്കെ ഓക്കെ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ടോക്സിക് പേരന്റിങ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവരെ വില കുറച്ച് നിങ്ങൾ കാണിക്കാറുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്ത് അവരുടെ ആത്മവിശ്വാസം തല്ലി തകർക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ചെയ്തപ്പോ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞു എന്നല്ല, ഇതൊക്കെ സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടോക്സിക് പേരന്റിങ്ങിന്റെ ഇൻഡിക്കേഷൻസ് ആണ്. പല പേരൻസും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല. മേ ബി ആ പേരൻസിന്, അതായത് നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്നോ പേരന്റൽ ഫിഗേഴ്സിൽ നിന്നോ എന്ത് കിട്ടി അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. അതേ ഉള്ളൂ. നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ പേരൻസിന് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവർക്ക് അവരുടെ പേരൻസിന് എന്ത് കിട്ടി അത് നമുക്ക് തന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തന്നെ മക്കൾക്ക് കൊടുക്കരുത്. നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. പല പേരൻസിനും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോ ടോക്സിക് പേരന്റിങ്ങിന്റെ 7 സയൻസ് ആണ് ടീച്ചർ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഓവർലി കൺട്രോളിങ് ബിഹേവിയർ. ചില പേരൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് മക്കളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യും. അങ്ങോട്ട് തിരിഞ്ഞ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഒന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ ഫോണിൽ വിളിക്കും, നീ എവിടെ നിൽക്കുന്നു, ആരോടെ പോയി, എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിള്ളേരെ അങ്ങോട്ട് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാം. എസ്പെഷ്യലി ടീനേജ് ടൈമിലൊക്കെ അങ്ങനെ കൺട്രോളിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊരു ശകലം ഇഷ്ടപ്പെടത്തില്ല. അവര് തിരിച്ച് അതുപോലെ ബിഹേവ് ചെയ്യും. വീട്ടിൽ ആകെ പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ കൺട്രോൾ വെക്കുന്ന ഒരു പേരൻസ്. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ അവനോട് കൂട്ടുകൂടരുത്, ഈ ഹോബി നീ കൊള്ളത്തില്ല, ഇത് നീ ചെയ്യാൻ പാടില്ല, ഈ കരിയർ എല്ലാത്തിനകത്ത് ഇങ്ങനെ കൺട്രോൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനല്ലെങ്കിൽ അവൾ, ആ കുഞ്ഞ്, അവര് നമ്മൾ ഈ മറ്റേ ആ സിനിമയുടെ പേരെന്താ, സ്ഫടികമാണോ, അതിനകത്തൊരു ചാക്കോ മാഷ് ഉണ്ടല്ലോ, ചാക്കോ മാഷ് കളി, എല്ലാത്തിനകത്തും ഇങ്ങനെ ഒന്നിലും ഒരു അക്സെപ്റ്റൻസ് കൊടുക്കാതെ ഈ ഒരു അങ്ങനെയുള്ളൊരു ബിഹേവിയർ നമ്മൾ മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കണം. അല്ലാതെ അവരെ എന്ത് ചെയ്താലും അതിനകത്തൊക്കെ അവരെ ഓവർ കൺട്രോൾ ചെയ്ത് അവരുടെ ഒരു ഭാവി ഇല്ലാതെ ആക്കരുത്. പല പേരൻസിനും അറിയത്തില്ല. ചിലർ വിചാരിക്കുന്നത് അത് എനിക്ക് ഓവർ അവരോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ്, ഞാൻ എന്റെ കുഞ്ഞിൽ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് കെയർ ചെയ്യുന്നത്. അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിളിക്കും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ അവരുടെ ആ ഒരു ഫ്രീ സ്പേസിലേക്ക്, അവരുടെ ആ ഒരു പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് ഇടിച്ചു കയറി എല്ലാത്തിനും ഇങ്ങനെ കൺട്രോളും ഒരു CCTV ആയിട്ട് നടക്കുന്ന പേരൻസ് ഉണ്ട്. അത് ടോക്സിക് പേരന്റിംഗ് ആണ്. അത് നിർത്തണം. അങ്ങനെ ഓവർലി കൺട്രോൾഡ് ബിഹേവിയർ ഒരിക്കലും നല്ലതല്ല. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഗിൽറ്റ് അല്ലെങ്കിൽ അവരുടെ കുറ്റബോധം, ഷെയിം, മാനിപ്പുലേഷൻ ഒക്കെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ചില പേരൻസ് അങ്ങനെയാണ്. അവരിങ്ങനെ ഓരോ കാര്യത്തിലും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇപ്പൊ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പറയണ്ട, എനിക്കിങ്ങനെ ഒരു പിന്നെ പയ്യനെ ഇഷ്ടമാണ്. അപ്പം നമ്മള് ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമാണ്, അവള് ഇഷ്ടപ്പെട്ട ഒരാളിനെ സെലക്ട് ചെയ്തു. അപ്പം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല. അവർ കുറെ ഇത് നമ്മുടെ മതത്തിൽ പെടുന്നതല്ല, ജാതിയിൽ പെടുന്ന 100 കാരണങ്ങൾ ഇങ്ങനെ തരും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള വിവാഹം നടത്തി കൊടുക്കാതെ പേരൻസിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിവാഹം നടത്തി കൊടുക്കും. ഒരു ജന്മം മുഴുവൻ ആ പെൺകുട്ടി കരഞ്ഞ് ജീവിക്കും. അവൾക്ക് മേ ബി ആ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ അവളെ ഒന്ന് കേൾക്കാൻ, അവളെ ഒന്ന് മനസ്സിലാക്കാൻ, ഈ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ചെന്ന് ഒന്ന് ഇറങ്ങി ചിന്തിക്കാനുള്ള ഒരു നല്ല മനസ്സിലേക്ക് പേരൻസിന് എത്താൻ കഴിഞ്ഞാൽ ഓക്കെ റിലേഷൻഷിപ്പ് ആണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒന്ന്, അപ്പൊ ചില പേരൻസ് പറഞ്ഞിട്ടില്ല, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു കളയും, അത് ചെയ്തു കളയും, എന്റെ ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ചില പേരൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഇത് ഒരു കാര്യം, ഇതുപോലെ പല കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക. അവർക്കാണെങ്കിൽ അവർക്ക് അതും ചെയ്യാൻ വയ്യ, ഇതും ചെയ്യാൻ വയ്യ, പേരൻസിനെ മിസ് ചെയ്യാനും വയ്യ, അങ്ങനെ പല മോശം സിറ്റുവേഷനിലേക്ക് അവർ എത്തപ്പെടുന്ന അവസ്ഥയുണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ബൗണ്ടറീസ്.
ലാക്ക് ഓഫ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഈ ടോക്സിക് പേരൻസ് ഓഫൺ ഹാവ് പുവർ ബൗണ്ടറീസ്. കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ പ്രൈവസിയും പേഴ്സണൽ സ്പേസും കൊടുക്കാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാൻ ചെല്ലുക എന്ന് പറയുന്നത് ടീനേജ് പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടെ പിയർ ഗ്രൂപ്പ്, അവരുടെ ഫ്രണ്ട്സിനോട് അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആവും, പേരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു പ്രായമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചൂഴ്ന്ന് അവരുടെ ഈ ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്ന ആ ഒരു നേച്ചർ നമ്മൾ നിർത്തണം. അതുപോലെ തന്നെ കുട്ടികളെ ഫിസിക്കലി അല്ലെങ്കിൽ വെർബലി അബ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ ചില പേരൻസ് ഉണ്ട്. അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ ദേഷ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി എന്ന് പറയുന്ന മറ്റൊരു ഇൻഡിവിജ്വൽ ആണ്. അവന്റെ മനസ്സിലേക്ക് നമുക്കോ ഫീലിംഗ്, നമ്മളെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടോണ്ട് നിൽക്കും. അപ്പൊ നമുക്കുള്ള പോലെ ഫീലിങ്സ് അവനും ഉണ്ട്. അവന്റെ മനസ്സിലേക്ക് ഈ ഇട്ട് കൊടുക്കുമ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സ്നേഹമാണോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്, മക്കളിൽ നിന്ന് സ്നേഹം കിട്ടും. കെയർ ആണോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അത് തിരിച്ചു കിട്ടും. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഏത് നേരവും അവരോട് ചീറിക്കൊണ്ട് നിന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് എന്റെ മകൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർക്ക് കൂട്ടുകാർ മതി, അങ്ങനെയാണെന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ, നമ്മൾ എന്ത് മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു അതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. നാലാമത്തത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആണ്. ഒരു നല്ല കാര്യം കണ്ടാലും അപ്രീഷിയേറ്റ് ചെയ്യില്ല, അഭിനന്ദിക്കത്തേ ഇല്ല. അത് ചില പേരൻസ് മനഃപൂർവ്വം ചെയ്താണ്. എന്ത് വന്നാലും പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെയല്ലേ വലിയ കാര്യങ്ങൾ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അപ്രീഷിയേറ്റ് ചെയ്യണം. അഭിനന്ദിക്കാതെ എന്തിലും കുറ്റം കണ്ടെത്തും, ഏതിലും കുറ്റം കണ്ടെത്തി എപ്പോഴും വിമർശനം, ക്രിറ്റിസിസം, സ്ഥിരമായിട്ടുള്ള ക്രിറ്റിസിസം. അവരുടെ ക്രിറ്റിസിസം വല്ലപ്പോഴും ഒന്നും അവരെ ഒന്ന് വിമർശിച്ചു നേരിച്ചു അതല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് എപ്പോഴും അവരെ വിമർശിക്കുക. നീ അങ്ങനെയാണ്, നീ അത് ചെയ്തത് ശരിയാണ്, നീ പണ്ട് മുതലേ ഇങ്ങനെയാണ്. എപ്പോഴും ഈ ക്രിറ്റിസിസത്തിലൊക്കെ വളരുന്ന ആ വളർന്നു വരുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ ഒക്കെ കേസ് നിങ്ങൾക്ക് ഓർമ്മ വരും. അവരൊക്കെ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈ വീഡിയോ അവരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അതൊന്നും തിരുത്താൻ തയ്യാറാവുമ്പോൾ അത്രത്തോളം ഓരോ വീടുകളിലും ശാന്തിയും സമാധാനവും വരും. ഓക്കെ, അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ലവ്. എപ്പോഴും ഒരു കണ്ടീഷൻ വെക്കും. ഈ ഇടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ പയ്യൻ, അവൻ എൻ്റെ അടുത്ത് 1-to-1 സെഷനിൽ വന്നതാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ, എനിക്ക് ഒരു 24 വയസ്സോളം ഉണ്ടാവും, UK-യിലാണ് വർക്ക് ചെയ്തത്. ആകെ തകർന്ന തരിപ്പണമായി മാനസികമായിട്ട് അത്ര കുറെ ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ് അവൻ വന്നത്. ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ അവൻ ശരിക്കും പറഞ്ഞ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത്രയും അവന് മാറ്റങ്ങൾ വന്നു. അപ്പോ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അവന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടീഷണൽ ലവ് ആയിരുന്നു. അവന്റെ പേര് ഐ തിങ്ക് ശിവം എന്നാണെന്നാണ് എന്റെ ഓർമ്മ. ശിവം, നീ ഇത് ചെയ്താൽ നിന്നെ ഞാൻ സ്നേഹിക്കും, അല്ലെങ്കിൽ നീ ഇത് ഈ രീതിയിൽ വന്നാൽ നിന്നെ ഞാൻ സ്നേഹിക്കും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കില്ല. അപ്പൊ എപ്പോഴും ഒരു സ്നേഹം കണ്ടീഷണൽ ആയിരുന്നു. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുള്ളൂ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, ആ സ്നേഹം കിട്ടാൻ വേണ്ടി അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും പേരൻസിനെ പ്രീതിപ്പെടുത്തി ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവന്റേതായിട്ടൊരു വ്യക്തിത്വമില്ല, ഒരു ഐഡന്റിറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പേരൻസിൽ നിന്നും ഏൽക്കുന്ന ഇത്തരം മുറിവുകളെല്ലാം ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആന്തരിക ശിശു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആന്തരിക ശിശു ഉണ്ട്. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സുജിയുണ്ട്. അപ്പൊ എനിക്ക് ചെറുപ്പത്തിലേറ്റ ആ ബാല്യകാലത്തിലേറ്റ മുറിവുകൾ, ഇതുപോലെയുള്ള ഒരുപാട് ടോക്സിക് പേരന്റിങ്ങിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പെയിന്, ഇതെല്ലാം ഇന്നർ ചൈൽഡ് വൂണ്ടുകളായിട്ട് ഉള്ളില് ഓരോരുത്തർക്കും, അങ്ങനെ അനുഭവത്തിലൂടെ കടന്നുപോയവർക്കെല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഇന്നർ ചൈൽഡ് വൂണ്ടുകൾ അത് ഹീൽ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് ഹീൽ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ മുറിവുകൾ ഉണങ്ങാതെ അങ്ങനെ കിടക്കും. നമ്മൾ വളർന്നു വലുതായി 40 വയസ്സ് 50 വയസ്സുള്ള വ്യക്തിയായി മാറും. പക്ഷെ 5-ാമത്തെ വയസ്സിലേറ്റ് ആ മുറിവ് ഉണങ്ങാതെ ആ കുട്ടി ഇന്നും വളർച്ച മുരടിച്ച് 5 വയസ്സായി ഇന്നും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കോണിൽ നിൽപ്പുണ്ട്. ആ കുഞ്ഞിനെ കണ്ടെത്തി ഹീൽ ചെയ്ത്, അത് ശരിക്കും നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറിൽ നിന്നും അത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയിൽ നിന്നും മാത്രം എടുക്കുക. കാരണം ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല, അത് അത്രയും ഞാൻ
പല സിറ്റുവേഷൻസിലൂടെ ഒരുപാട് ഹീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചില കേസസ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഒരു എക്സ്പേർട്ടിന് മാത്രമേ അത്രയും നല്ല രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും എന്താ പറയാ, ഡീപ്പർ ലെവലിൽ പെയിൻ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനൊരു ഇന്നർ ചൈൽഡ് ഹീലർ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഇപ്പം നമുക്ക് ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെഷനായിട്ട് അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്ത് എത്രയോ പേര് ആ ട്രോമാസിൽ നിന്ന് മറികടന്ന് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് എന്താ പറയാ, നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, എത്ര ശ്രമിച്ചാലും റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥ, പൈസ വരാത്ത അവസ്ഥ, ഹെൽത്ത് ഇഷ്യൂസ്, മെയിൻ ആയിട്ടും റിലേഷൻഷിപ്പിലൊക്കെയാണ് ഇഷ്യൂ വരുന്നത്. അതുപോലെ മണി ബ്ലോക്കുകളൊക്കെ വരും. പക്ഷെ ഇത് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതോടുകൂടി ഓരോരുത്തരും പറയാൻ, ടീച്ചറായി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരുപാട് പൈസ നേടാനുള്ള അവസരങ്ങൾ വരുന്നു, ഇഷ്ടംപോലെ പൈസ വരുന്നു, മണി ബ്ലോക്ക് ഒക്കെ മാറി ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയർച്ച വരുന്നു എന്ന് സ്റ്റുഡൻസ് പറയാറുണ്ട്. അതിന്റെ സക്സസ് സ്റ്റോറിയും നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന കണ്ടീഷൻ ലവ്, പേരൻസിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്താൽ മാത്രം സ്നേഹം കൊടുക്കുന്ന അവസ്ഥ. ഇത് ചെയ്താൽ നിന്നെ ഞാൻ സ്നേഹിക്കും, നന്നായി പഠിച്ചാൽ സ്നേഹിക്കും, നീ കൃത്യമായിട്ട് ഈ കാര്യം ചെയ്താൽ നിന്നെ സ്നേഹിക്കും. ഈ കണ്ടീഷന്റെ ലവിലൂടെ കുഞ്ഞുങ്ങൾക്ക് മതിയായ ഒരു സ്നേഹം കിട്ടത്തില്ല. സ്നേഹം കിട്ടാതെ വരുന്ന കുഞ്ഞിന്റെ ഒരു മാനസികാവസ്ഥ, അവർക്കൊരു അൺവർതി ഫീലിംഗ് വരും. ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകത്തില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് അവരിലേക്ക് വരും. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗ്ലക്ട്. കുട്ടികൾക്ക് ശരിക്ക് കെയർ കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ആയി തീരട്ടെ, നമ്മളിങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരവസ്ഥ. ചില പേരൻസ് ഉണ്ട്, ഒരു ശ്രദ്ധയും കൊടുക്കില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതി അങ്ങനെ വളർത്തുന്ന പേരൻസ് ഉണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസിന് ഒരു വില കൊടുക്കും, അവരെ ഒന്ന് കെയർ ചെയ്യുക, അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, ഒന്നും ചെയ്തില്ല. പേരൻസിന് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യും, അങ്ങ് നെഗ്ലക്ട് ചെയ്തേക്കും. കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു വരുന്ന ഒരവസ്ഥ. എൻമെഷ്മെന്റ് ഓർ കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നതാണ് 7ാമത്തെ പോയിന്റ്. ചില പേരൻസും കുട്ടികളുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. ചില പേരൻസ് പറയുന്നത് കേൾക്കാറില്ല, ഈ കുട്ടി ഇവരെ കാരണമാണ് എന്റെ ജീവിതത്തില് ഒരു മനസമാധാനം ഇല്ലാത്ത, എന്റെ ലൈഫ് ഇങ്ങനെ ആയത് ഈ കുട്ടി കാരണമാണെന്നൊക്കെ പറഞ്ഞ് അവരവരുടെ പരാജയത്തിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം കുഞ്ഞുങ്ങളിലേക്ക് ചാർത്തുന്ന ഒരവസ്ഥ. അപ്പോ ഈ ടോക്സിക് പേരന്റിങ്ങിൽ നിന്ന്, അപ്പൊ 7 സയൻസ് ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കുട്ടികൾക്കുള്ള ക്ലാസ്സിൽ പേരൻസ് വരുമ്പോൾ അവർക്ക് ഞാൻ എല്ലാ മാസത്തിലും അവർക്ക് പേരന്റിങ് ഫ്രീ സെഷൻസ് എടുത്തു കൊടുക്കാറുണ്ട്, ഫ്രീ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. കാര്യം നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, പേരൻസും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കുഞ്ഞുങ്ങളും പേരൻസുമായിട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മികച്ച കുഞ്ഞുങ്ങളായി മാറാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുട്ടികൾക്കുള്ള ക്ലാസ് നമ്മുടെ മെയ് മന്ത് പ്രാക്ടീസ് വരുന്നത് മെയ് 13, നാളെ അതെ മൺഡേ, മെയ് 13 മുതൽ ജൂൺ 13 വരെയുള്ള ഒരു മാസമാണ്. എല്ലാ മാസത്തിലും നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ മെയ് 13-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ബാച്ചിലും 13 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടീനേജ് ബാച്ചിലും ചേരാം. കിഡ്സ് ബാച്ചിൽ എന്ന് പറയുമ്പോൾ അവരുടെ സമയം വരുന്നത് വൈകുന്നേരം 6:30 മുതൽ 7 മണി വരെയാണ്. 6:30 മുതൽ, വൈകിട്ടാണ്, രാവിലെ ഇൻതൊട്ട് ക്ലാസ് ഉണ്ട്, വൈകിട്ട് 6:30 മുതൽ 7 വരെയാണ് കിഡ്സിന് ക്ലാസ് വരുന്നത്. ടീനേജിന്റെ സമയം വരുന്നത് രാത്രി 8 മുതൽ 8:30 വരെയാണ്. 8 മുതൽ 8:30 വരെയാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കൂളിൽ നമ്മൾ നോക്കുമ്പോൾ സ്കൂളിൽ ഒരുപാട് പോർഷൻസ് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പേരൻസിന് പലപ്പോഴും ജോലിക്ക് പോകുന്ന പേരൻസിനാണെങ്കിൽ അച്ഛനും അമ്മയും ബിസി ആയിരിക്കും, അവർക്ക് മക്കളെ ഒന്ന് കേൾക്കാനോ അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് ഒന്നിനും പേരൻസിന് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. 2 പേരൻസ് വർക്കിംഗ് ആണ്, അവരുടെ ഒരു റാറ്റ് റേസിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കുറേയധികം ഇമോഷണൽ ആയിട്ടുള്ള പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. പലരും എന്നോട് നേരിട്ട് ടീച്ചറിനോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർ തുറന്നു പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ചില പേരൻസിന് അറിയ പോലുമില്ല അവർ ടോക്സിക് പേരൻസ് ആണ്. പേരൻസ് എന്താ പറയുക, അവന് ഞാൻ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, അവന് നല്ല എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണോ ഒരു കുഞ്ഞിന്റെ, അതുകൊണ്ട് കുഞ്ഞിന്റെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈഡ് ആയോ? അവന് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാ രീതിയിലും നമുക്ക് സ്റ്റേബിൾ ആക്കണം. അപ്പൊ പാഠ്യ വിഷയങ്ങൾക്ക് ഉപരിയായിട്ട് പാഠ്യേതര വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു നല്ല കുഞ്ഞായി വരണം, എങ്ങനെ ദൈവികതയിൽ വളർന്നു വരണം, എങ്ങനെ നല്ല സ്വഭാവ രൂപീകരണം, അതുപോലെ തന്നെ പഠനത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ടോപ്പേഴ്സ് ആയി മാറണം, ടോപ്പേഴ്സിന്റെ സ്റ്റഡി സീക്രട്സ് എന്തൊക്കെയാണ്, അതുപോലെ ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം,
അവരുടെ ഏറ്റവും നല്ല സ്വഭാവ രൂപീകരണം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ അവരുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ, സ്റ്റഡി സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, പാഠ്യേതര വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ട്രെയിനറാണ്. കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അവരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു കുഞ്ഞു ഫീസിനാണ്, 1000 റുപ്പീസ് മാത്രമാണ് അവർക്ക് ഫീസ് വരുന്നത്. അത് എല്ലാ പേരൻസും കുഞ്ഞിനെ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമുക്കൊരു പേരൻസിനോ ടീച്ചേഴ്സിന്റെ കാര്യം അറിയാലോ. ഞാനും ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, 10th വരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ. എനിക്കറിയാം, ഒരു ക്ലാസ് തുടങ്ങി ഇത്ര ദിവസത്തിനുള്ളിൽ പോർഷൻസ് തീർക്കണം, അടുത്ത എക്സാമിന് മുമ്പ് പോർഷൻസ് തീർക്കാനായിട്ട് ടീച്ചേഴ്സ് കിടന്ന് ഓടുന്ന പരിവട്ടത്തിനിടയ്ക്ക് ടീച്ചേഴ്സിന് പലതും പറഞ്ഞു കൊടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം കിട്ടത്തില്ല. അതുപോലെ അവർ എൻഗേജ്ഡ് ആയിരിക്കും. ട്യൂഷൻ സെന്ററിൽ അറിയാലോ, അവർക്ക് ആ പോർഷൻസ് പഠിപ്പിച്ചെടുക്കണം. പേരൻസ് അവരുടേതായ കുറെ തിരക്കിൽ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവരും ഇവരെ പോലെ പക്വത ഇല്ലാത്ത കുഞ്ഞുങ്ങളെ, ഇവർക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. ലൈഫിൽ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 10 സ്കില്ലുകളുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് ഒരു മെന്റർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിന്റെ അനന്തമായ സാധ്യതകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ക്ലാസ്. എല്ലാ പേരൻസും അത് കൊടുക്കണമെന്ന് തന്നെയാണ് ടീച്ചറിന് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക്, നമ്മള് പിന്നെ മക്കളെ ഏത് രീതിയിൽ കെയർ ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ. ഇനി പേരൻസിന് ചിലപ്പോ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടോക്സിക് പേരന്റിങ്ങിലേക്ക് വരാം. അപ്പോ നിങ്ങൾ ഓരോരുത്തരും നോക്കുക, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം. കാര്യം ആ ഹീലിംഗ് ചെയ്തില്ലെങ്കിൽ നമുക്കില്ല, പേരൻസിൽ നിന്ന് കിട്ടിയത് മുഴുവൻ നമ്മളെടുത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കും. അപ്പൊ കുഞ്ഞുങ്ങളുടെ ലൈഫും കൂടെ ആകെ ഒരു ഇതായി പോകും. അപ്പോ നമ്മൾ ഹെൽത്തി പേരന്റിങ് എന്താണ്? അപ്പോ ഈ ടോക്സിക് പേരന്റിങ്ങിൽ നിന്ന് ലവിങ് കെയറിങ് ആൻഡ് സപ്പോർട്ടിങ് പേരന്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പേരൻസ് അവരുടെ സെൽഫ് അവയർനെസ്, അവരുടെ ബോധതലം ഉയർത്തണം. അവരിപ്പോ വളരെ താഴ്ന്ന ബോധതലത്തിലാണ് ഉള്ളത്. അവർക്ക് വളരെ ലോ സെൽഫ് അവയർനെസ് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അതിൽ നിന്നും അവർ ഉയരണം. അതിൽ നിന്നും ഉയർന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഏറ്റവും നല്ലൊരു പേരന്റായി മാറാൻ പറ്റൂ ടോക്സിക് പേരൻസിന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് എടുക്കണം, അല്ലെങ്കിൽ തെറാപ്പി എടുക്കണം. എങ്ങനെയായാലും ആ അവസ്ഥയിൽ നിന്ന് അവർ മറികടന്ന് വരണം. അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ട്രോമാസിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ലൈഫ് പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ ഒരു നല്ല ബന്ധമില്ലാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ആ ദേഷ്യങ്ങളൊക്കെ തീർക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വേട്ടമൃഗം എന്നോണം കുഞ്ഞുങ്ങളിലായിരിക്കാം തീർക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ അവരുടെ ആ ഒരു ഇഷ്യൂസ്, നമ്മൾ അങ്ങനെ ഒരു ടോക്സിക് പേരന്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് അത് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ഓരോ സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി മാറി. ഇപ്പോൾ സ്ത്രീകൾ പറയാറുണ്ട്, എന്റെ മക്കളിലും ഞാൻ ആ മാറ്റം വന്നു, എന്റെ വീട്ടിൽ എല്ലാവരും മാറി എന്ന് പറയാം. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട് അവരുടെ സക്സസ് സ്റ്റോറിയിൽ. എന്തുകൊണ്ടാണ്? കാരണം ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട്, എന്റെ സ്റ്റോറിയിലും അങ്ങനെ തന്നെയല്ലേ, ഞാൻ പോസിറ്റീവായിട്ട് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്റെ മക്കൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാര്യം എന്താ? അവര് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മളെയാണ് അവർ റോൾ മോഡൽ ആക്കി വെക്കുന്നത്. അമ്മ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അമ്മ എല്ലാവരോടും എങ്ങനെ പെരുമാറുന്നത്, എങ്ങനെയാ സ്നേഹം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരിത് കണ്ടു പഠിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നല്ല ഹെൽത്തി പേരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമുക്ക് അതിന് അറിവ് കിട്ടുന്നിടത്തുനിന്നൊക്കെ നമ്മൾ പഠിക്കുക. എവിടെയൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയൊക്കെയാണ് ആസ് എ പേരന്റ് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ഏതൊക്കെയാണ്, ഞാൻ എന്റെ കുഞ്ഞിന് ശരിയായ സ്നേഹം കൊടുക്കുന്നുണ്ടോ, കെയർ കൊടുക്കുന്നുണ്ടോ, അവരോട് നല്ല വർത്താനം പറയുന്നുണ്ടോ, അവരോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് എന്റെ പോരായ്മകൾ. ഇപ്പൊ തന്നെ എല്ലാവരും സൈഡിലൊന്ന് എഴുതി വെച്ചേ, നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഞാൻ ആരെയും കുറ്റം പറയല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് മറികടന്ന് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ആദ്യം അറിയണം വേർ വി സ്റ്റാൻഡ് നൗ, നമ്മൾ ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മളൊന്ന് അറിഞ്ഞ് നമ്മളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥാനം മനസ്സിലാക്കി അവിടെ നിന്നും മാറാൻ തയ്യാറാവുമ്പോൾ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ പേരൻസ് ആയി മാറാൻ പറ്റും. നല്ല ബെസ്റ്റ് പേരന്റിങ് കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കളും പറയും, എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും.
അടുത്തത് പ്രാക്ടീസ് എംപതി, സഹാനുഭൂതിയോടുകൂടി കുഞ്ഞുങ്ങളോട് നമ്മൾ പെരുമാറണം. കുഞ്ഞുങ്ങൾക്ക് നല്ല വാലിഡേഷൻ കൊടുക്കണം. ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം കുഞ്ഞുങ്ങൾ. നമ്മൾ അറിയാതെ അവരെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് പറയാനുള്ള ഒരു നല്ല മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. അവരോടൊന്ന് മാപ്പ് പറഞ്ഞ് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ഇനി മുതൽ മക്കളെ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഇനി മുതൽ അങ്ങനെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറുക. അതുപോലെ തന്നെ സെറ്റ് ബൗണ്ടറീസ്, കുഞ്ഞുങ്ങളോട് ഒരു ബൗണ്ടറി വെക്കണം. അതായത് അവരെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ എസ്പെഷ്യലി ടീനേജ് പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേയധികം പേഴ്സണൽ കാര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും ഇങ്ങനെ നുഴഞ്ഞു കയറി. ചില പേരൻസ് ഉണ്ട്, കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടോ, വേണ്ട നീ അത് ഇടണ്ട, നീ അത്, അവരിങ്ങനെ ചെയ്യുമ്പോൾ അവരും ഒരു ഇൻഡിവിജ്വൽ, അവർക്കും കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, അവരുടെ ഇഷ്ടത്തിന് അത് ഇട്ടോട്ടെ. എന്റെ അടുത്ത് പുത്രന്മാര് ഓരോ ഡ്രസ്സായിട്ട് വരും, അമ്മ ഇത് പറയും, എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇത് നിനക്ക് അത്ര സൂട്ടാൻ തോന്നുന്നു, നിന്റെ ഇഷ്ടം. അമ്മ എനിക്കിത് ഇതാണ്, യുവർ ലൈഫ് ഈസ് യുവർ ചോയ്സ്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എല്ലാത്തിലും കയറി ഇങ്ങനെ സ്ട്രിക്റ്റ് പാരന്റിംഗ് ആയിട്ട് ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലൊന്നും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെസ്റ്റ്, എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻ. ഇന്ന് എനിക്ക് എന്റെ മക്കളുമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കൊരു എന്താ പറയാ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അവര് കണ്ടു മനസ്സിലാക്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി അവര് തന്നെ മാറി വന്നു. അവരും എന്റെ ടീനേജ് ബാച്ചിൽ 2 കുട്ടികളും വന്നിരിക്കും. അവര് മെഡിറ്റേഷൻ ചെയ്യും, അവര് പ്രാക്ടീസുകൾ ചെയ്യും. അങ്ങനെ ആ ഒരു മാറ്റം അവരിലും ഉണ്ടായി. അപ്പൊ നമ്മള് അവോയ്ഡ് ഓവർലി കൺട്രോളിങ് നേച്ചർ, കുഞ്ഞുങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന നേച്ചർ. ചിലർ അത് സ്നേഹം കൊണ്ടാ, വേണ്ട, ഓവർലി കൺട്രോളിങ് നേച്ചർ ഉണ്ടെങ്കിൽ അത് നിർത്തുക. മക്കളെ ഒന്ന് കേൾക്കാൻ തയ്യാറാകണം, അവർക്ക് നല്ല അപ്രീസിയേഷൻ കൊടുക്കണം, നല്ല സ്നേഹം കൊടുക്കണം, കെയർ കൊടുക്കണം, അൺകണ്ടീഷണൽ ലവ് കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കുക. കണ്ടീഷൻഡ് ലവ് ഒരിക്കലും പാടില്ല. നീ ഇത് ചെയ്തോ നിന്നെ സ്നേഹിക്കുക എന്നല്ല. നമ്മുടെ മക്കളാണ്, നിങ്ങളൊന്ന് ആലോചിച്ചേക്കെ. ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് വളരും. അവര് വളർന്ന് അവര് നാളെ ഉദ്യോഗസ്ഥരൊക്കെ ആയി അവര് വലിയ നിലയിലൊക്കെ എത്തുമ്പോൾ നമുക്കതൊരു റിഗ്രറ്റ് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, ഒരു ഗിൽറ്റ് ആയിട്ട് ഉള്ളിൽ കിടക്കും. ഈ കുഞ്ഞിനെ ഞാൻ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അത് ചെയ്യാൻ അന്ന് ഓർത്ത് കുറ്റബോധം അടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചയും എൻജോയ് ചെയ്യുക. അവര് വളർന്നു വരുമ്പോൾ ഏറ്റവും നല്ല മക്കളായിട്ട് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ കൊടുക്കണമെന്നല്ല, ഏറ്റവും നല്ല സ്കൂൾ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എല്ലാം കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ എല്ലാ നീഡ്സും, അവരുടെ എല്ലാ നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അവർക്ക് സ്നേഹവും കെയറും ഒക്കെ ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കും. അവരെ ഒന്ന് ഹഗ് ചെയ്യുക. ഞാനിങ്ങനെ താഴെ മേളിലാണ് എന്റെ റൂം, താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അവരെ ചെന്ന് ഇങ്ങനെ ഹഗ് ചെയ്യും. എത്ര വലുതാണ്, എന്റെ മൂത്തവൻ BBക്ക് പഠിക്കുക, വലിയ മോനാണെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഐ ലവ് യു, ഐ കെയർ യു, ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു, നിന്നെ കെയർ ചെയ്യുന്നതാണ്. കുഞ്ഞുമകനും അതുപോലെ തന്നെ, ലൈഫ് പാർട്ട്ണറിനും അതുപോലെ തന്നെ. അങ്ങനെ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് പറയാനുള്ളൊരു മനസ്സ് കാണിക്കാം. നമ്മുടെ ബിഹേവിയറിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ നമുക്കൊരു നല്ല പേരന്റ് ആയിട്ട് മാറാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള പേരൻസ് എന്ത് ചെയ്യണം, അവർക്ക് തന്നെ സെൽഫ് കെയറിന് സമയം കൊടുക്കണം. ചിലർ പറയും എനിക്ക് ഭയങ്കര ബിസിയാണ്, ജോലിയാണ്, എനിക്ക് ഒന്നിനും ചെയ്യാൻ സമയമില്ല, ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തിരക്കാണെങ്കിലും നമുക്കൊരു സെൽഫ് കെയറിന് സമയം കൊടുക്കുക. ഇനി പാസ്റ്റിലെ കുറേയധികം ഇമോഷണൽ ബാഗേജസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടീച്ചർ നടത്തുന്ന സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഉണ്ട്. ഇപ്പൊ അത് ഗോൾഡിന്റെ ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഗോൾഡിൽ പഠിപ്പിച്ച ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും മാറ്റം വരത്തക്ക രീതിയിലുള്ള. അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ അവയർനെസ് ലെവല്, ബോധതലം ഉയർന്നു വരും. നമ്മുടെ ബോധതലം ഉയർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ അത്രത്തോളം മാറ്റം വരും. നമുക്ക് എല്ലാ ഏരിയാസിലും വിജയിക്കാൻ പറ്റും. നല്ല ക്ഷമ വേണം, ബി പേഷ്യന്റ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോടൊപ്പം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം, അവരെന്ന് കേൾക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവർക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ തോന്നി, അതുപോലും നമ്മളോട് വന്ന് പറയാനുള്ളൊരു മനസ്സ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ യെസ്, യു ആർ എ ഗുഡ് പേരന്റ്. നിങ്ങൾ അവരെ കേൾക്കാൻ. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ചില കാര്യങ്ങൾ പേരൻസിനോട് പറയുമ്പോൾ നീ അത് ചെയ്താ ഇത് ചെയ്തെന്ന് അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും പറയാൻ മടിക്കും. നമ്മൾ നമ്മുടെ മക്കളുടെ ഒരു നല്ല സുഹൃത്തായി മാറുക. അവർക്ക് എന്തും വന്ന് പറയാനുള്ള, അവർക്ക് നല്ല ഒരു സ്പേസ് കൊടുത്ത് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാണ്. ബി ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് യുവർ
കിഡ്സ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായി മാറണം. അവരൊന്ന് കേൾക്കാൻ നമുക്ക് വീട്ടിലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ അവരെ ഇപ്പൊ എല്ലാവരും പേരൻസും ചെയ്യുന്നവരോട് അവര് ആ പിള്ളേർ അങ്ങനെയാണ് അവരെ കുറ്റം പറയാം. നമ്മൾ നമ്മുടെ ഭാഗത്ത് നോക്കുക. ഞാൻ അവന് സ്നേഹമാണോ കൊടുക്കുന്നത്, കെയർ ആണോ കൊടുക്കുന്നത്, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അവരെ പറഞ്ഞു കൊടുത്ത് വളർത്തുന്നുണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു പഠിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവ് നേടി നമ്മളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചു കിട്ടും. മക്കൾക്ക് നല്ല സ്നേഹം കൊടുത്ത സ്നേഹം കിട്ടും, കെയർ കൊടുത്ത കെയർ കിട്ടും. അപ്പോ നല്ല കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കുക. ഏറ്റവും ഇന്നത്തെ മദേഴ്സ് ഡേയിൽ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത്രയും ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളെന്ന് പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു ജന്മമാണ്. കാരണം പ്രപഞ്ചശക്തി നമ്മളെയൊക്കെ തിരഞ്ഞെടുത്താണ് ആ ഒരു മിഷന് വേണ്ടി നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മഹത്തായ ആ കർമ്മം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഓരോരുത്തർക്കും ടീച്ചർ നന്ദി പറയുന്നു. നമ്മുടെ യാത്രയാണ്, ഈ യാത്രയിൽ നമ്മുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരാം. അതിനെയൊക്കെ തിരുത്തി കൂടുതൽ മികച്ച പേരൻസ് ആയി മാറാൻ കഴിയട്ടെ എന്ന് ടീച്ചർ ബ്ലെസ്സിങ് ആണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു.